ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഒരു വഴി വരെ വന്നിരിക്കുകയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് ശ്രീപത്മനാഭൻ്റെ മണ്ണിലാണ്, തിരുവനന്തപുരത്താണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിന് സമീപമാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മളൊരു മാരേജ് ഫംഗ്ഷനായിട്ട് വന്നതാണ്, ഒരു ബന്ധുവിൻ്റെ മോളുടെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ വന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിയത്. കാരണം ഫംഗ്ഷൻ നടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെയാണ് എത്തിയത്. അപ്പോൾ നമ്മളോർത്ത് ഒരുപാട് ഇനിയും സമയമുണ്ടല്ലോ, നമുക്കൊന്ന് പത്മനാഭസ്വാമിയെ കണ്ടാലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമിയെ കാണാനായിട്ട് ഓട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി പോവാണ്. കാരണം നമ്മൾ പലതവണ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പത്മനാഭസ്വാമിയെ ഒന്ന് കാണണം, പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ പലതവണ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നടക്കലൂടെ പോയിട്ടുണ്ട്, പക്ഷേ അപ്പോഴും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പല സാഹചര്യങ്ങളോട് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ ആ ആഗ്രഹം നമ്മളിന്ന് സാധിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പത്മനാഭസ്വാമിയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു. നമ്മൾ ഓട്ടോയിൽ നമ്മൾ പത്മനാഭസ്വാമിയുടെ നടക്കൽ ക്ഷേത്രത്തിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. കാരണം അത് പറയുമ്പോൾ തന്നെ എനിക്ക് പ്രത്യേക ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ പലരും പത്മനാഭസ്വാമിയെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കില്ല, എന്താണ് ഇത്ര പ്രത്യേകത, ക്ഷേത്രമല്ലേ, എപ്പോഴും പോകുന്നതല്ലേ എന്ന് തോന്നും. പക്ഷെ നമുക്ക് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാഞ്ഞിട്ട് അവസാനം അവിടെ എത്തുമ്പോഴുള്ള ആ ഒരു അനുഭൂതി, ആ ഒരു ഇതെന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ്. കാരണം ആ ക്ഷേത്ര അന്തരീക്ഷവും പരിസരമൊക്കെ കാണുമ്പോൾ ആ ഒരു പ്രത്യേകതരം ഒരു ഇതാണ്. കാരണം ക്ഷേത്രത്തിൽ പോകാൻ കൂടുതലും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. ക്ഷേത്രത്തിൽ പോകാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മളപ്പോൾ അങ്ങനെ പത്മനാഭൻ്റെ മണ്ണിലെത്തി. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുവാണ്. ക്ഷേത്രത്തിനകത്തെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ മൊബൈൽ ഫോൺ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. സ്ത്രീകളാണെങ്കിൽ ചുരിദാറാണെങ്കിൽ നമ്മൾ മുണ്ടുടുക്കണം. പുരുഷന്മാരാണെങ്കിൽ ഷർട്ടും ബനിയനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതേപോലെ ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ അകത്തും അതേപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും, അതുപോലെ ക്യൂവിൽ നിന്ന് വേണം കയറാനും ഒക്കെ. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ തന്നെയുള്ള റൂൾസും കാര്യങ്ങളും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ പത്മനാഭസ്വാമിയെ ഒന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭൂതി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തി നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന അവിടുത്തെ കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ കണ്ടു. അതേപോലെ ബന്ധുക്കളെയും പരിചയമുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവരുടെ വീഡിയോ എടുക്കാഞ്ഞത് കാരണം നമ്മൾ ഒരാളോട് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലത്തെ നിലയിൽ കല്യാണം കാണാനായിട്ട് പോയിരിക്കുവാണ്. കല്യാണം തുടങ്ങിയില്ല, നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്താണ് നമ്മളവിടെ ഒരു LED വാളിൽ മെഹന്തിയുടെ ഫംഗ്ഷൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പയ്യനെയും പെണ്ണിനെയും കണ്ടു, ഫാമിലീനെ കണ്ടു, അവരുടെ കല്യാണം കണ്ടു, ഫംഗ്ഷനൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു. അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് തോന്നിയെന്ന് പറയാൻ പത്മനാഭസ്വാമിയെ കണ്ടതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടു, അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, സദ്യയൊക്കെ കഴിച്ചു. നല്ല ഫംഗ്ഷനായിരുന്നു. നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫാമിലിയോടും റിലേറ്റീവ്സിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.